പ്രിയ വിദ്യാർത്ഥികളെ, കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലെ ഗ്യാസ് ലോസ് ആണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ മുൻപുള്ള ക്ലാസ് കാണാത്ത കുട്ടികൾ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സസ് കാണാനായി മുകളിലത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു 3 ലോസിനെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ഗ്യാസ് ലോസ്? 3 എണ്ണം നമുക്കറിയാം. ഏതൊക്കെയാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. അപ്പോൾ ബോയിൽസ് ലോയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു പിക്ചറിൽ നമ്മൾ 8 ലിറ്റർ ഉള്ള ഒരു കണ്ടെയ്നർ എടുത്തിരിക്കുകയാണ്. ആ കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് നിറച്ചിരിക്കുകയാണ്. ആ കണ്ടെയ്നർ ഒരു മൂവബിൾ പിസ്റ്റൺ കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൂവബിൾ പിസ്റ്റൺ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സിറിഞ്ചൊക്കെ എടുത്ത് കളിച്ച് നോക്കിയിട്ടുണ്ടല്ലേ. സിറിഞ്ച് ഒരു മൂവ് ചെയ്യുന്ന ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു പിസ്റ്റൺ ഉണ്ട് ചെറിയ സിറിഞ്ചിന്. അതുപോലെ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. അപ്പോൾ നമ്മൾ 8 ലിറ്റർ ഗ്യാസ് ഇതിൽ എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു വോളിയത്തിൽ 8 ലിറ്റർ വോളിയത്തിൽ ഈ ഗ്യാസ് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ആ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? നമ്മളവിടെ പ്രഷർ കൊടുക്കുകയാണ് അല്ലേ. ആ ഗ്യാസിലേക്ക് ഒരു പ്രഷർ കൊടുക്കുകയാണ്. ആ ഗ്യാസിലേക്ക് ഒരു പ്രഷർ കൊടുത്തപ്പോൾ രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. അവിടെ എന്താ വോളിയത്തിന് മാറ്റം സംഭവിച്ചത്? അത് 4 ലിറ്ററായി കുറഞ്ഞു. പ്രഷർ കൊടുത്തപ്പോൾ വോളിയം കുറയുകയാണ് ചെയ്തത്. ഇനിയും നമ്മൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് 2 ലിറ്ററിലേക്ക് കൊണ്ടുവരാനായി കഴിയും. ഇങ്ങനെ നമുക്ക് പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് വോളിയം കുറച്ച് കൊണ്ടുവരാനായി കഴിയും. അപ്പോൾ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലേ. പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയുന്നു, അല്ലെങ്കിൽ വോളിയം കൂടുന്നതനുസരിച്ച് പ്രഷർ കുറയുന്നു. അപ്പോൾ നമുക്ക് എന്തു പറയാം? പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അല്ലെങ്കിൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്ന് നമുക്ക് പറയാം. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v. ഇവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? 2 കേസിലും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഇത് ആദ്യം എടുത്ത അതേ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെയാണ് രണ്ടാമത്തെ സിലിണ്ടറിലും കാണുന്നത്. രണ്ടാമത്തെ കേസിലും നമ്പർ ഓഫ് മോളിക്യൂൾസും ടെമ്പറേച്ചറും സെയിം ആണ്. പിന്നെ എന്തിനു മാത്രമേ ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളൂ? പ്രഷറിനും വോളിയത്തിനും. അപ്പോൾ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷർ ഈസ് ഡിനോട്ടഡ് ആസ് P and വോളിയം ഈസ് ഡിനോട്ടഡ് ആസ് V ഹിയർ. ഇനി നിങ്ങൾക്ക് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് പറയാം. നിങ്ങൾ ഒരു സിറിഞ്ചിലെ കുറച്ച് വലിയൊരു സിറിഞ്ച് എടുക്കുക. അതിലേക്ക് ഒരു ബലൂൺ ചെറുതായി അതിലേക്ക് കടക്കുന്ന രൂപത്തിൽ ഒരു ബലൂൺ ചെറുതായി വീർപ്പിച്ച് കെട്ടി ഈ ഒരു സിറിഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു നോസിൽ അടയ്ക്കാതെ ഈ പിസ്റ്റൺ താഴേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ബലൂണിൻ്റെ വോളിയത്തിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. നമ്മൾ ഈ നോസിൽ അടിച്ചു വെച്ചുകൊണ്ട് പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുകയാണ്? കൂടുതൽ പ്രഷർ കൊടുക്കുന്നു. അപ്പോൾ വോളിയം കുറഞ്ഞുകൊണ്ട് ആ ബലൂൺ ചുരുങ്ങിപ്പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കേസിൽ പ്രഷർ ചേഞ്ച് ചെയ്യുന്നു, വോളിയം ചേഞ്ച് ചെയ്യുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസിന് നോ ചേഞ്ച്, ടെമ്പറേച്ചറിനും നോ ചേഞ്ച്. എക്സ്പെരിമെൻ്റലി ഇത് പ്രൂവ് ചെയ്തത് റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1662 അദ്ദേഹം ഈ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് നമ്മളിതിനെ ബോയിൽസ് ലോ എന്ന്, നമ്മുടെ ഈ ഒരു ലോയെ നമുക്ക് എന്ത് പറയാം? ബോയിൽസ് ലോ എന്ന് പറയാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം ബോയിൽസ് ലോയെ? ദെൻ അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത എമൗണ്ട് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം പ്രഷറിന് വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് ബോയിൽ നിയമം പറയുന്നത്. അപ്പോൾ നമുക്ക് ബോയിൽസ് ലോ എങ്ങനെ മാത്തമാറ്റിക്കലി ബോയിൽസ് ലോ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? മാത്തമാറ്റിക്കലി P
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്ന് നമ്മൾ എഴുതി. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായി നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാമല്ലോ. അപ്പോൾ P ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/v. വിയെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, PV ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ എടുത്ത ആദ്യത്തെ കേസിൽ ഇവിടുത്തെ പ്രഷർ, നമ്മൾ കൊടുത്ത പ്രഷർ P1 ആണ്, ഗ്യാസിൻ്റെ വോളിയം V1 ആണ്. ഇനീഷ്യലി P1 V1 ആണ്. അപ്പോൾ P1 V1 എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? P2 ആണ് അവിടുത്തെ പ്രഷർ, വോളിയം V2 ആണ്. P1 V1 P2 V2ന് ഈക്വൽ ആയിരിക്കും. അതാണ് P1 V1 ഈക്വൽ ടു P2 V2. PV ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം, P1 V1 ഈക്വൽ ടു P2 V2 എന്ന്. അപ്പോൾ നമുക്ക് PV ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, P1 V1 ഈക്വൽ ടു P2 V2 എന്നുള്ളത് ഈ ഒരു ടേബിളിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ പ്രഷർ, വോളിയം, PV ആണ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രഷർ P1 ഈക്വൽ ടു 1 ATM ആണ്. പ്രഷറിൻ്റെ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ, ATM എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. V1 ഈക്വൽ ടു 112 ലിറ്റർ, P1 V1 ഈക്വൽ ടു 112 ലിറ്റർ ATM ആണ് ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ P2 ഈക്വൽ ടു 2 ATM. പ്രഷർ 1 ATMത്തിൽ നിന്നും 2 ATMത്തിലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വോളിയം തന്നിട്ടില്ല, PV തന്നിട്ടുണ്ട്. P2 V2 ഈക്വൽ ടു 112 ലിറ്റർ ATM എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് P2 തന്നിട്ടുണ്ട്, P2 V2 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് V2 കണ്ടുപിടിക്കാമല്ലോ. 112 ലിറ്റർ ATM ഡിവൈഡഡ് ബൈ 2 ATM ഈക്വൽ ടു എത്ര കിട്ടും നിങ്ങൾക്ക്? 56 കിട്ടി അല്ലേ? 56 ലിറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ വോളിയം പകുതിയായി, പ്രഷർ ഡബിൾ ചെയ്തപ്പോൾ വോളിയം പകുതിയായി. P1 V1 ഈക്വൽ ടു P2 V2. PV അവിടെ കോൺസ്റ്റൻ്റ് ആയി തന്നെ നിന്നു. ഇനി P3 ഈക്വൽ ടു 4 ATM തന്നിട്ടുണ്ട്. P3 V3 ഈക്വൽ ടു 112 ലിറ്റർ ATM തന്നെയാണ്. അതിൽ നിന്നും V3 എങ്ങനെ കണ്ടുപിടിക്കും? 112 ലിറ്റർ ATM ഡിവൈഡഡ് ബൈ 4 ATM ഈക്വൽ ടു 28 ലിറ്റർ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ആദ്യത്തെ കേസിൽ നിന്നും 4 ഇരട്ടിയായി പ്രഷർ. അപ്പോൾ വോളിയം അതിൻ്റെ 1/4 ആയി കുറഞ്ഞതായി നമുക്ക് കാണാം. 112 ലിറ്ററിൽ നിന്നും 28 ലിറ്ററായി കുറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും രണ്ട് കാര്യവും വളരെ വ്യക്തമാണ്. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആൻഡ് PV ഈസ് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ നമ്മൾ ഈ കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക്സിലൊക്കെ പഠിക്കുന്ന ലോസ് ഒക്കെ വെറുതെ പഠിക്കുന്നതാണോ? നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ മീനൊക്കെ അക്വേറിയത്തിൽ വളർത്താനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ അക്വേറിയത്തിൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ വെച്ച് കൊടുക്കും അല്ലേ, എയറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ബബിൾസ് അതിൽ നിന്നും പോകുന്ന കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ബബിൾസ് പോകുന്നത്? നമ്മളിങ്ങനെ വരയ്ക്കാറുണ്ട്. ബബിൾസൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുമ്പം ബബിൾസ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇങ്ങനെ വലുതായി വലുതായി പോകുന്നതായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ? ആദ്യം വാട്ടറിൽ നിന്ന് ബബിൾസ് പോകുമ്പോൾ ചെറുതിൽ നിന്നും വലുതായി വലുതായി ബബിൾസ് പോകുന്ന കാണാം. അതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് ഒന്നും അറിയില്ലെങ്കിലും എല്ലാവരും ബബിൾസ് നമ്മൾ മീനിനെയൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ ബബിൾസ് അക്വേറിയത്തിൽ നോക്കിയാലും കാണാം, ചെറുതിൽ നിന്നും വലുതായി വലുതായി ബബിൾസ് പോകുന്നു. എന്തുകൊണ്ടാണ്? അതായത് ഈ അക്വേറിയത്തിൻ്റെ വാട്ടർ ലെവൽ ഏറ്റവും താഴെത്തട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുതലായതുകൊണ്ട് വോളിയം കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്യാസിൻ്റെ വോളിയം കുറഞ്ഞതുകൊണ്ട് ബബിൾസും ചെറുതായിരിക്കും. മുകളിലോട്ട് പോകുന്തോറും പ്രഷർ കുറയുന്നു, അതുകൊണ്ട് അവിടെ വോളിയം കൂടുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു, അങ്ങനെ വലിയ ബബിൾസ് ആയിരിക്കും. അപ്പോൾ അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാൾസ് ലോ ആണ്. അപ്പോൾ നമ്മളൊരു ബലൂൺ കുറച്ചധികം നേരം വെയിലത്ത് കിടന്നാൽ എന്ത് പറ്റും?
കുറച്ച് സമയം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവും അല്ലേ? നിങ്ങളുടെ ഒരു ബോളോ ഒക്കെ കാറ്റ് വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബോളൊക്കെ കുറേ നേരം വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിപ്പോകുന്ന കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കിള് കാറ്റടിച്ചിട്ട് കുറേ നേരം വെയിലത്ത് പോയിരുന്നാൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ടയറൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ കാറ്റ് നിറച്ച ബോളും ടയറും ബലൂണും ഒക്കെ എന്തുകൊണ്ടാണ് വെയിലത്ത് കിടക്കുമ്പോൾ പൊട്ടിപ്പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ബലൂൺ എന്തുകൊണ്ടാണ് വെയിലത്ത് കിടന്നാൽ പൊട്ടിപ്പോകുന്നത്? ഇത് നമുക്ക് ചാൾസ് ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ചാൾസ് ലോ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ബലൂൺ വെയിലത്ത് കിടന്നാൽ പൊട്ടിപ്പോകുന്നതെന്ന്. നമുക്ക് നോക്കാം. അവിടെ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഗ്യാസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഗ്യാസ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ അത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഗ്യാസ് അല്ലേ? അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ പിന്നെ അതിന് സ്പേസ് ഇല്ലാതാവുമ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോവും. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? നമ്പർ ഓഫ് മോളിക്യൂൾസിന് നോ ചേഞ്ച്. അപ്പോൾ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ പ്രഷറിൻ്റെ ടേം എങ്ങനെയാണ്? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? നമ്പർ ഓഫ് മോളിക്യൂൾസും കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ വോളിയം റിലേഷനെ എക്സ്പെരിമെന്റലി എക്സ്പ്ലെയിൻ ചെയ്തത് ജാക്സ് അലക്സാണ്ടർ ചാൾസ് എന്ന സയന്റിസ്റ്റ് ആണ്. Then according to Charles' law, at constant pressure, the volume of given amount of gas is directly proportional to its temperature expressed in Kelvin scale. Temperature Kelvin സ്കെയിലാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരുന്നാൽ അവിടുത്തെ എമൗണ്ട് ഓഫ് ഗ്യാസും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു. ആ ഒരു കേസിൽ വോളിയം എങ്ങനെയാണ്? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസ് കേട്ടിട്ടുണ്ട്, ഫാരൻഹീറ്റ് അല്ലേ? നമ്മൾ ടെമ്പറേച്ചർ പനിയൊക്കെ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് നമ്മുടെ പനി ഉണ്ടെങ്കിൽ 100 ഡിഗ്രി എന്നൊക്കെ പറയും. അത് എന്താണ്? 100 ഡിഗ്രി ഫാരൻഹീറ്റ് ആണല്ലേ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ കാണുന്നത്. നമ്മൾ സാധാരണ വാട്ടർ ബോയിൽ ചെയ്യുന്നതും അങ്ങനെ സബ്സ്റ്റൻസിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ പറയുമ്പോൾ നമ്മൾ നോർമലി ഡിഗ്രി സെൽഷ്യസിൽ പറയും. അപ്പോൾ കെൽവിനും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിനാണ്. അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ടി കെ എന്ന് പറയുന്നത് ടി ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 ആണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആണെന്ന്. അപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആയിരിക്കും? അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആയിരിക്കും? അപ്പോൾ നമുക്ക് 100 പ്ലസ് 273 ആഡ് ചെയ്യണം. 373 കെൽവിൻ ആയിരിക്കും 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 373 കെൽവിൻ ആയിരിക്കും. അപ്പോൾ കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചർ കിട്ടാനായി ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ നിങ്ങൾ 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ കിട്ടും. അപ്പോൾ നമുക്ക് ചാൾസ് ലോ എങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായി നമുക്ക് വി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വി ബൈ ടി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഒരു പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോൾ ഒരു ഗ്യാസിൻ്റെ വോളിയം V1 ആണെന്ന് വിചാരിക്കുക. അവിടെ ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ V1 ബൈ T1 എങ്ങനെയായിരിക്കും? നമ്മൾ ബോയ്ൽസ് ലോയിൽ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അതുപോലെ V1 ബൈ T1
ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നതിന് കറസ്പോണ്ടിങ് ആയി വോളിയത്തിനും ചേഞ്ച് വരുന്നു. അങ്ങനെ V1/T1 ഈക്വൽ ടു അടുത്ത വോളിയത്തിലേക്ക് പോകുമ്പോൾ V2 ടെമ്പറേച്ചറും ചേഞ്ച് ആയി T2 ആയി. V1/T1 ഈക്വൽ ടു V2/T2 എന്ന് എഴുതാം. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ചാൾസ് ലോ. ചാൾസ് ലോയും ബോയിൽസ് ലോയും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസും നിങ്ങൾക്ക് കാണാം. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനായി നമുക്ക് PV/T ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി അടുത്തതായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അവഗാഡ്രോസ് ലോ ആണ്. അവഗാഡ്രോസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായി നമ്മൾ ഈ സൈക്കിളിനൊക്കെ കാറ്റടിക്കാറില്ല, അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ പമ്പ് ഉപയോഗിച്ച് കാറ്റടിച്ച് നിറയ്ക്കാറുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിലെ കൂടുതൽ ഗ്യാസിനെ നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗ്യാസ് കൂടുതൽ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ആ ബലൂണോ ബോളോ ടയറൊക്കെ അങ്ങനെ കൂടുതൽ ഗ്യാസ് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ പമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ടയർ വീർത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോളൊക്കെ വീർത്ത് വരുന്നത്. സിംപ്ലി നിങ്ങളൊരു ബലൂൺ എടുത്ത് ഊതുകയാണെങ്കിൽ അത് വീർത്ത് വരുന്നത് എങ്ങനെയാണ്? അവിടെ നമ്മൾ ഊതി ആ ഒരു ഗ്യാസ് അവിടെ നിറയ്ക്കുകയാണ്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നു, നമ്പർ ഓഫ് മോൾസ് കൂടുന്നു. അതിനനുസരിച്ചാണ് അത് എക്സ്പാൻഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ റിലേറ്റ് ചെയ്തതുപോലെ റിലേറ്റ് ചെയ്താൽ അവിടുത്തെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണ്. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിർത്തിക്കൊണ്ട് നമ്മളവിടെ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയം കൂടുന്നു. പ്രഷറിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയോ? അവിടെ പ്രഷറിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, എന്നിട്ടും വോളിയം ചേഞ്ച് ആകുന്നു. ടെമ്പറേച്ചറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, അവിടുത്തെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N ആണ്. അത് തന്നെയാണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ the volume of a gas is directly proportional to the number of molecules. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം STP-ലാണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ വോളിയം ഓഫ് ദ ഗ്യാസ് നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് മറ്റൊരു തരത്തിലും അവഗാഡ്രോസ് ലോയെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഈക്വൽ വോളിയത്തിലുള്ള ഒരേ വോളിയത്തിലുള്ള ഏത് ഗ്യാസും സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യക്തമായി തന്നെ 3 ലോസും പഠിച്ചു. ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ 3 ലോസും. ഇത് നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിളായി തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതിരിക്കാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.